ജോമി, നല്ല മഴ വരുന്നുണ്ട്, വേഗം അകത്തേക്ക് കയറ്. പേടിക്കണ്ട മോളെ, ഇടിയും മഴയും ആയതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആയതാവും. കുറച്ചു കഴിഞ്ഞാൽ വരും. അമ്മേ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് വേഗം എമർജൻസി ലാമ്പ് കത്തിക്കാം. വാ, നമുക്ക് പോയി എമർജൻസി ലാമ്പ് കത്തിക്കാം. അമ്മേ, ഈ സമയത്ത് ആരാണ് വാതിലിന് മുട്ടുന്നത്? അതും ഈ മഴയത്ത്. ഇനി വല്ല പ്രേതവും ആണോ? എനിക്ക് പേടിയാവുന്നു അമ്മേ. ഇങ്ങനെ പേടിക്കാതെ വാ, നമുക്ക് പോയി നോക്കാം ആരാണെന്ന്. ഇത് പ്രേതമൊന്നുമല്ല, കണ്ണു തുറന്ന് നോക്ക് ആരാണ് വന്നതെന്ന്. എന്നാലും മോളെന്നെ പ്രേതം എന്ന് വിളിച്ചു കളഞ്ഞല്ലോ. പവർ ഇപ്പോഴൊന്നും ഇനി നോക്കണ്ട. ഒരു 3 മണിക്കൂർ കഴിയും. എവിടെയോ പോസ്റ്റിലേക്ക് മരം വീണിട്ടുണ്ട്. മെസ്സേജ് വന്നിരിക്കുന്നു. ഓ, അപ്പൊ ഇനി എങ്ങനെ ഫുഡ് ഉണ്ടാക്കും? പവർ വന്നിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും കിടക്കാൻ നേരം വൈകില്ലേ? നാളെ എല്ലാവർക്കും നേരത്തെ പോകാനുള്ളതല്ലേ? പേടിക്കണ്ട, ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്, അല്ലേ ജോമി? ഇനി ബാക്കി അമ്മ ചെയ്തോളാം. അച്ഛനും മോളും വന്ന് വിശ്രമിക്ക്. എന്നാൽ അച്ഛൻ ഒരു കഥ പറ, ഞാനും അമ്മയും കേൾക്കാം. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് TV കാണാനും പറ്റുന്നില്ല. അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ ടിവിയും കറണ്ടും ഒന്നുമില്ലായിരുന്നു. അതറിയാമോ മോൾക്ക്? ഇല്ല, കേൾക്കട്ടെ. അക്കാലത്ത് കറണ്ട് ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തു വെക്കുമായിരുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് എല്ലാ പണികളും നേരത്തെ ഇരുട്ടുന്നതിന് മുന്നേ ചെയ്തു തീർക്കും. ഒരു 7 മണി 8 മണി ആവുമ്പോഴേക്കും ഉറങ്ങുകയും ചെയ്യും. അതെ, അതുകൊണ്ടാണ് കറണ്ട് പോയപ്പോൾ മോള് പേടിച്ചിട്ടും അമ്മ പേടിക്കാഞ്ഞത്. നേരത്തെ എഴുന്നേറ്റാൽ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. നേരത്തെയുള്ള ഉറക്കം നമ്മളിൽ ക്ഷീണം കുറയ്ക്കും. അടിപൊളി. എന്നാ ഇനി മുതൽ ഞാനും നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കും. ആ, വന്നല്ലോ കറണ്ട്. കറണ്ട് വരേണ്ടിയിരുന്നില്ല. അതെന്താ? ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കാൻ എന്ത് രസമാ. അങ്ങനെ പറയല്ല മോനെ, കഴിക്ക്. പിന്നെ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് വാങ്ങുന്നത്? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ഇത് ഞാൻ കഴിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? കുട്ടികളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ സ്കൂളിൽ നെക്സ്റ്റ് വീക്ക് സ്പോർട്സ് വീക്ക് ആണ്. ഒരുപാട് കായിക വിനോദ പരിപാടികൾ സംഘടിപ്പിക്കാനുണ്ട്. എല്ലാവരും പങ്കെടുക്കണം. ഫസ്റ്റ് എത്തുന്നവർക്ക് സമ്മാനവുമുണ്ട്. ഇന്ന് മുതൽ നമുക്ക് അതിനുള്ള പ്രാക്ടീസ് ആരംഭിക്കാം. ഞാൻ എല്ലാത്തിലും പങ്കെടുത്ത് ഫസ്റ്റ് വാങ്ങിക്കും. എല്ലാവരെയും ഞാൻ ഓടി തോൽപ്പിക്കും. എന്നാൽ എല്ലാവരും വരിവരിയായി ഗ്രൗണ്ടിലേക്ക് നടക്കൂ. Ready, set, go! എല്ലാവർക്കും എന്തൊരു സ്പീഡാണ്. ഞാൻ ക്ഷീണിച്ചു പോയി. അതുകൊണ്ടാ, ഇല്ലെങ്കിൽ കാണായിരുന്നു. എന്നാലും എന്തുകൊണ്ടാ എനിക്ക് അവരുടെ കൂടെ ഓടിയെത്താൻ പറ്റാത്തത്? എന്തു പറ്റി ടോമി? റേസിൽ തോറ്റതിലുള്ള സങ്കടമാണോ? എന്നാലും എനിക്ക് എന്തുകൊണ്ടാ നിങ്ങളുടെ കൂടെ ഓടിയെത്താൻ പറ്റാഞ്ഞത്? ഞാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ എനിക്ക് നിങ്ങളോടൊപ്പം ഓടിയെത്താൻ കഴിഞ്ഞില്ല. നിനക്ക് നന്നായി ഓടാൻ കഴിയണമെങ്കിൽ നിന്റെ മനസ്സ് വിചാരിക്കുന്ന രീതിയിൽ നിന്റെ ബോഡിയെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം.
അതിന് ബോഡി ഹെൽത്തി ആയിരിക്കണം എപ്പോഴും. ബോഡി ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നല്ലോണം കഴിക്കണം. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? നല്ലാതെ അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. നീയും കഴിച്ചു നോക്ക്, നിനക്കും അതിന് സാധിക്കും. മമ്മി, എനിക്ക് കഴിക്കാൻ ഫ്രൂട്ട്സ് വേണം. എന്ത്? എന്റെ ടോമി തന്നെയാണോ ഇത് ചോദിക്കുന്നത്? അതെ, അലക്സ് പറഞ്ഞു ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം കഴിച്ചാൽ ബോഡി ഹെൽത്ത് ആയിരിക്കാൻ കഴിയുമെന്ന്. റെഡി സെറ്റ് ഗോ. ഇതെന്താണ് ടോമി, നിന്നോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഫ്രിഡ്ജിലുള്ള എല്ലാ മിഠായികളും ഇങ്ങനെ എടുത്തു കഴിച്ചാൽ നിനക്ക് വല്ല അസുഖവും വരും കേട്ടോ. കുറെ കാലമായി കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ, ഇന്ന് തന്നെ ആയിക്കോട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ടോമി വീട്ടിലെത്തിയാൽ ഏത് നേരം തീറ്റയാണ്. ഞാൻ ഇന്നും കൂടി അവനെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. പിള്ളേരല്ലേ, എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ എല്ലാവരെയും വിളിക്കാം. നിന്റെ ഇഷ്ടം. മക്കളെ, എല്ലാവരും ഇങ്ങ് വന്നേ. ഇന്ന് ആന്റിയുടെ വക എല്ലാവർക്കും ഐസ്ക്രീം. ടോമി, പോകുന്നതൊക്കെ കൊള്ളാം. പോയിട്ട് ആന്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ശല്യം ചെയ്യരുത്, വാശി പിടിക്കരുത്. നല്ല കുട്ടിയായിരിക്കണം. നീ അവനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അവൻ നല്ല കുട്ടിയാണല്ലോ, അല്ലേ മോനെ? ഊവ്, നിനക്ക് തികച്ചറിയാഞ്ഞിട്ടാ അവനെ. നീ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ടോമിയുടെ അച്ഛൻ വരാൻ സമയമായി. ഞാൻ ഇവിടെ ഇല്ലേ, ഇപ്പൊ വിളി തുടങ്ങും. സൂക്ഷിച്ചു പോണേ. ഇവിടെ അടുത്തേക്കല്ലേ, കാറുണ്ടല്ലോ. ഞാൻ വേഗം വീട്ടിൽ കൊണ്ടാക്കാം. കുട്ടികളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങി കഴിച്ചോ. ഏതാണെന്ന് പറഞ്ഞാൽ മതി, ആ ചേട്ടൻ എടുത്തു തരും. എനിക്കൊരു വലിയ വാനില ഐസ്ക്രീം. എന്നാൽ എനിക്കൊരു ചോക്ലേറ്റ്. എനിക്കൊരു സ്ട്രോബെറി. ഓ, എന്നാൽ എനിക്ക് എല്ലാം വേണം. എല്ലാം ഓരോ സ്ക്യൂബ് വീതം പോന്നോട്ടെ. അയ്യോ, എന്റെ ഐസ്ക്രീം താഴെ പോയല്ലോ. നീ എന്തിനാ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞത്? അതുകൊണ്ടല്ലേ അത് മുഴുവൻ നിലത്ത് പോയത്. കഴിക്കാൻ ഒരു സ്ക്യൂബ് തന്നെ ധാരാളമാണ്, അത് ഏത് ഫ്ലേവർ ആയാലും. സാരമില്ല, പോട്ടെ, നമുക്ക് വേറെ വാങ്ങാം. എന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു ഫ്ലേവർ, ഒരു സ്ക്യൂബ് മാത്രം മതി. ഒരു മുയലല്ലേ അത്? എന്ത് രസമാതിനെ കാണാൻ. അതിന്റെ കൂടെ കളിക്കാൻ തന്നെ എന്ത് രസമായിരിക്കും.
പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എന്റെ പേര് ജോമിയ. ഇവിടെ അടുത്താ എന്റെ വീട്. വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഇനി നീ വരണ്ട, ഞാൻ പോവാ. നേരം വൈകി, അമ്മ തിരക്കുന്നുണ്ടാവും. എന്ത് പറ്റി മോളെ? എന്താ മുഖത്തൊരു വാട്ടം? അമ്മേ, ഞാനിന്ന് ഒരു മുയലിനെ കണ്ടു. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ പുറത്തേക്ക് വന്നില്ല. അത് സാരമില്ല. അത് ചിലപ്പോൾ മുയൽ മോളെ കണ്ടപ്പോൾ പേടിച്ചു പോയി കാണും, അതാ. അതെന്തിനാ എന്നെ കാണുമ്പോ പേടിക്കുന്നത്? ഞാൻ കളിക്കാനല്ലേ വിളിക്കുന്നത്. അതാ മുയലിന് അറിയില്ലല്ലോ മോളെ. മോളെ ജോമി, നിനക്ക് മുയലിന്റെ കൂടെ കളിക്കണമെങ്കിൽ ആദ്യം മുയലിന്റെ സ്നേഹം പിടിച്ചു വെക്കണം. നീ അതിനെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്ന് അതിന് ബോധ്യപ്പെടണം. അതിനിപ്പോ എന്താ ചെയ്യാ? വാ, കാണിച്ചു തരാം. ഉറക്കെ സംസാരിക്കരുത്, പതുക്കെ പറയണം കേട്ടോ. ഇത് നമ്മുടെ ആ മുയലിനുള്ളതാണ്. മുയലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ക്യാരറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കേണ്ടത്. എന്തുകൊണ്ടാ ഇത്രയും കാലം ഈ സ്ഥലം ഞാൻ കണ്ടില്ല? അടിപൊളി, എന്ത് ടേസ്റ്റാണ് ഇതിനൊക്കെ. ടോമി, ടോമി, ഡാ ബെല്ലടിച്ചു. എല്ലാവരും പോയി. നീ ഇവിടെ കിടക്കാണോ? ഈ സമൂസ ഞാൻ ആർക്കും തരില്ല. ഇതെല്ലാം എനിക്കുള്ളതാ. സമൂസ എവിടെ? ഇത്രയും വലിയ സമൂസ. നിനക്കെന്താ വട്ടായോ? നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നേ? മുന്തിരിക്കുട്ട, നീ ആയിരുന്നോ? ഞാൻ കരുതി വലിയ സമൂസ ആണെന്ന്. സോറി. അടിപൊളി. എനിക്ക് നിന്നെ കാണുമ്പോഴൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ തോന്നാറുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടോ? പറ. അതില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. ശ്രദ്ധിച്ചോളാം അണ്ണ. അതൊക്കെ പോട്ടെ, നീ വേഗം വാ. നമുക്ക് ക്യാൻറ്റീൻ അടയ്ക്കുന്നതിന് മുന്നേ ചൂട് സമൂസ പോയി തട്ടാം. അതിന് നിന്റെ കാശ് വല്ലതും ഉണ്ടോ? ഓ പിന്നെ, അല്ലെങ്കിൽ കാശുണ്ടായിട്ടല്ലേ നമ്മള് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാറ്. എന്നാലും ആ ക്യാൻറ്റീൻ അങ്കിൾ നമ്മളെ ഇനി കണ്ടാൽ വിടില്ലട്ടോ. അങ്കിൾ, സമൂസ ഉണ്ടോ? ആദ്യം ഇതുവരെ കഴിച്ചതിന്റെ കാശിങ്ങെടുക്ക്, എന്നിട്ട് മതി അടുത്ത കഴിപ്പ്. ഞാൻ പറഞ്ഞില്ലേ ക്യാൻറ്റീൻ അങ്കിൾ നമ്മളെ കണ്ടാ വിടില്ലെന്ന്. പതുക്കെ, മിണ്ടാതിരിക്കി. എന്താണ് രണ്ടാളും ഒരു കുശുകുശുപ്പ്? അവൻ പറയാ ചേട്ടന് എന്ത് തങ്കപ്പെട്ട മനസ്സാണെന്ന്, അല്ലേടാ? അതെ അതെ. അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് ഇതുവരെയുള്ള കഴിച്ചതിന്റെ കാശ് തരാതെ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ഞാൻ തരില്ല. പൊക്കോണം എന്റെ മുന്നിൽ നിന്ന്. ഇതങ്ങനെ വിറ്റാ പറ്റില്ല. എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം. ഐഡിയ. അപ്പോ ഇതാണല്ലേ ഐഡിയ. അടിപൊളി. എന്റെ അമ്മേ, പാമ്പ്! ഇനിയാണ് കളി. നീ ഇത് പിടിച്ച് ഞാനൊരു വിസിലടിക്കും.
ബട്ടൺ ഞെക്കിയാൽ മതി. ഓക്കെ, ഡൺ. ക്യാൻറ്റീൻ അങ്കിൾ പോയോ? എവിടെ പോയി? ഞാനിവിടെ ഉണ്ടടോ. അങ്കിൾ, എനിക്കൊരു സമൂസ തരോ? നീ ഇവിടെ നടക്കുന്നതൊന്നും കാണുന്നില്ലേ? ആ പാമ്പ് പോകാതെ ഞാൻ എങ്ങനാ നിനക്ക് സമൂസ എടുത്തു തരുക? നിനക്ക് പാമ്പിനെ പേടിയൊന്നുമില്ലേ? ഹേയ്, അതിനെ ഞാൻ ഓടിച്ചു തരാം. പക്ഷേ എനിക്കെന്ത് തരും? നിനക്ക് ഇവിടെയുള്ള മുഴുവൻ സമൂസയും തരാം. ഒറ്റ കാശ് തരണ്ട. ഉറപ്പാണോ? ഉറപ്പ്. അമ്മയാണേ സത്യം. വേഗം നോക്ക്. ടോമി, നീ ഒരു വീരൻ തന്നെ. ഇതൊക്കെ എന്ത്? ക്യാൻറ്റീൻ അങ്കിൾ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സമൂസ സമൂസ. ഇന്നുണ്ടാക്കിയ സമൂസ മുഴുവൻ കഴിഞ്ഞു ട്ടോ. ഇനി ചോദിക്കരുത്. താങ്ക് യു അങ്കിൾ. എടാ, ഇങ്ങനെ കഴിച്ചാ വയറ് പൊട്ടിപ്പോവും. സത്യം, ഇങ്ങനെ കഴിക്കരുത് ട്ടോ. അമ്മേ, എനിക്ക് വയറുവേദനിക്കുന്നേ. അമ്മേ. ഗ്യാസ് കയറിയതാ. ഇനി കുറച്ചു കാലത്തേക്ക് ഇവന് കഞ്ഞി മാത്രം കൊടുത്താൽ മതി. വേറെ ഒന്നും കൊടുക്കണ്ട കേട്ടോ. ശരി ഡോക്ടർ. കഞ്ഞിയോ? അല്ല, ഇതാരൊക്കെയാ? എന്താ പരിപാടി? അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ നമുക്കിന്ന് പട്ടം പറത്തിക്കാൻ പോകണമെന്ന്? വേഗം വാ, ഞങ്ങളെല്ലാം റെഡിയായി. നിങ്ങളൊക്കെ പട്ടം വാങ്ങിയോ? ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാഡി ഇതുവരെ വന്നിട്ടില്ല. ആണോ? എന്നാ വേഗം വിളിച്ച് പറഞ്ഞോ. ഞങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ കുറച്ച് പട്ടം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് തീർന്നു പോകണ്ട, വേഗം പോയി വാങ്ങാൻ പറ. ശരി, എന്നാ നിങ്ങൾ വിട്ടോ. ഞാൻ പട്ടവുമായി പാർക്കിലേക്ക് വന്നോളാം. ഡാഡി, പറ മോളെ. പട്ടം വാങ്ങിയോ? ഇല്ല മോളെ, വരുമ്പോൾ വാങ്ങാം. വേഗം ഇറങ്ങൂ ഡാഡി, പട്ടം ഇപ്പൊ തീരും. ഇല്ല മോളെ, ഡാഡി ഓഫീസിലല്ലേ, പണിയുണ്ട്. വരുമ്പോൾ എന്തായാലും കൊണ്ടുവരാം. അയ്യോ, അവരെല്ലാവരും ഇപ്പൊ പട്ടം പറത്തി സന്തോഷിക്കുന്നുണ്ടാവുമായിരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഐഡിയ. അങ്കിൾ, ഒരു പട്ടം. അയ്യോ മോളെ, പട്ടം തീർന്നു പോയല്ലോ. ഇനി ഒരു വീക്ക് കഴിയും. നീ ഈ വാതിലും തുറന്നിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എവിടെ പോയതാ? ഡാഡി വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജോമി എവിടെ? റൂമിലിരുന്ന് ഒരേ കരച്ചില്ല. എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഞാൻ വരുമ്പോൾ പട്ടം വാങ്ങി കൊടുക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഞാൻ ഓഫീസിൽ കുറച്ച് തിരക്കിലായി പോയി. ഇറങ്ങാൻ നേരം വൈകി. അപ്പോഴേക്കും പട്ടം കടയിൽ തീർന്നുപോയി. അതാണോ കാര്യം? അതിനെന്താ, നമുക്ക് അവൾക്ക് നല്ലൊരു പട്ടം ഉണ്ടാക്കി കൊടുക്കാലോ. ജോമി, മോളൊന്ന് പുറത്തു പോയി നോക്കിക്കേ. അമ്മ പുറത്ത് പട്ടം പറത്തി കളിക്കുന്നു. മമ്മിക്ക് എവിടെ നിന്ന് പട്ടം കിട്ടി? നിന്റെ മമ്മി തന്നെയാണ് പട്ടം ഉണ്ടാക്കിയത്. താങ്ക് യു മമ്മി. മമ്മി, ഡാഡിയുടെ ബർത്ത്ഡേ എന്നാ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? പറ മമ്മി. നീ ആദ്യം എന്താ കാര്യം എന്ന് പറ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം ഡാഡിയുടെ ബർത്ത്ഡേ എന്നാണെന്ന്.
ഡാഡി എല്ലാ വർഷവും എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി തരാറില്ലേ, അതുപോലെ ഡാഡിക്കും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ. ആഹാ, കൊള്ളാലോ, മിടുക്കി. അങ്ങനെയാണ് നല്ല കുട്ടികൾ. നെക്സ്റ്റ് വീക്ക് ആണ് ഡാഡിയുടെ ബർത്ത്ഡേ. നീ എന്താണ് വാങ്ങി കൊടുക്കാൻ പോകുന്നത്? അതൊന്നും അറിയില്ല, പക്ഷേ എന്ത് വാങ്ങണമെങ്കിലും എനിക്ക് ക്യാഷ് അമ്മ തരണം. നിന്റെ ഡാഡിക്ക് നീ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നത് നിന്റെ ഡാഡിയുടെ ക്യാഷ് കൊണ്ട് തന്നെയാണോ? അതെ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിൽ എവിടെ നിന്നാ ക്യാഷ്? ഞാൻ ചെറിയ കുട്ടിയല്ലേ. നിന്റെ ഡാഡിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ക്യാഷ് തന്നെ വേണമെന്നില്ല. നീ സ്നേഹത്തോടെ എന്ത് കൊടുത്താലും ഡാഡിക്ക് ഇഷ്ടപ്പെടും. മോളെ സ്വന്തം ഡാഡി അല്ലേ. ഹായ്, ഗിഫ്റ്റ് റെഡി. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഡാഡി. താങ്ക് യു ഡിയർ. എന്റെ മകൾ ഇത്രയും വലിയ ബോക്സിൽ എനിക്ക് വേണ്ടി എന്ത് ഗിഫ്റ്റാണ് വാങ്ങിയത്? തുറന്നു നോക്കൂ ഡാഡി. ജോമിയ, ഇതിൽ ഒന്നുമില്ലല്ലോ മോളെ. നീ ഗിഫ്റ്റ് ഇതിൽ വെക്കാൻ മറന്നോ? ഇല്ല, സൂക്ഷിച്ചു നോക്കൂ ഡാഡി. ഞാൻ ഒരുപാട് കിസസ് ആൻഡ് ഹഗ്സ് ഡാഡിക്ക് വേണ്ടി അതിൽ വെച്ചിട്ടുണ്ട്. ഹൗ സ്വീറ്റ്. താങ്ക് യു ഡിയർ. ഇതുവരെ ഡാഡിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആരും തന്നെ തന്നിട്ടില്ല. താങ്ക് യു സോ മച്ച്. കുട്ടികളെ, നാളെയാണ് നമ്മുടെ ചിത്രരചനാ മത്സരം. ഓരോരുത്തരും ഓരോ ഷേപ്പ് സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്ത ഷേപ്പ് കൊണ്ടായിരിക്കണം നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടത്. ഏറ്റവും നല്ല ചിത്രത്തിന് സമ്മാനവുമുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഞാൻ സമചതുരം എടുക്കുന്നു. സമചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാ ഞാൻ ദീർഘചതുരം എടുക്കും. എന്നോടാ കളി. ദീർഘചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാൽ ഞാൻ ഓവൽ ഷേപ്പിൽ ചിത്രം വരയ്ക്കാം. മതി മതി, ബാക്കി നാളെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. സീ യു ടുമോറോ. എല്ലാവർക്കും ഓരോ ഷേപ്പ് കിട്ടി. ഞാൻ എന്ത് ഷേപ്പിൽ വരയ്ക്കും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്ത് പറ്റി മോളെ? എന്താ മുഖത്തൊരു വാട്ടം? നാളെ സ്കൂളിൽ ചിത്രരചനാ മത്സരമുണ്ട്. ആഹാ, അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതല്ല അമ്മേ, ഷേപ്പ് വെച്ചിട്ടാ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. ഓരോരുത്തരും ഓരോ ഷേപ്പ് കണ്ടുപിടിച്ച് അത് വെച്ച് വേണം ചിത്രം വരയ്ക്കാൻ. എല്ലാവർക്കും ഓരോ ഷേപ്പായി. ഞാൻ ഏത് ഷേപ്പിൽ വരയ്ക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മമ്മി. വിഷമിക്കണ്ട, നീ കണ്ണു തുറന്നൊന്ന് നോക്കിക്കേ. ഈ ലോകത്ത് എന്തെല്ലാം ഷേപ്സ് ഉള്ള വസ്തുക്കളുണ്ടെന്ന്. അത് ശ്രദ്ധിച്ചാൽ തന്നെ നിനക്ക് നാളെ വരയ്ക്കാനുള്ളത് കിട്ടും. മമ്മിയെ സഹായിക്കാം. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ജനലൊരു സമചതുരമാണ്. ഈ പന്തൊരു വൃത്താകൃതിയിലുള്ള പന്താണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ വൃത്താകൃതിയിലുള്ള പന്ത് വരയ്ക്കും. കുട്ടികളെ, നിങ്ങളുടെ ചിത്രങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ ജോമി വരച്ച ചിത്രമാണ് അതിൽ മികച്ചു നിൽക്കുന്നത്. കണ്ടില്ലേ, അവൾ വൃത്താകൃതിയിലുള്ള ഒരു ഫുൾ ചിത്രം തന്നെ വരച്ചു. അതുകൊണ്ട് തന്നെ the first prize goes to ജോമിയ.